بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തികളെ, സദസ്യരെ, കൊച്ചു കുട്ടികളെ, വളരെ പരിമിതമായ മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ ഈ സംസാരം അവസാനിപ്പിക്കേണ്ടതുണ്ട്. 11:30 അടുത്ത സെഷൻ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 2 പോയിൻറ്റ്സുകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, തികച്ചും വ്യത്യസ്തമായ ഒരു കുട്ടിയെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഈ സെഷനിൽ പലപ്പോഴും തന്നെ രക്ഷിതാക്കൾ കുട്ടികൾക്ക് ഗിഫ്റ്റ് നൽകാറുണ്ട്. എന്നാൽ രക്ഷിതാക്കൾക്ക് ഏറ്റവും വിലപിടിച്ച ഗിഫ്റ്റ് സമ്മാനിക്കുന്ന കുട്ടികൾ ഈ സദസ്സിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കുട്ടികൾ ആരെങ്കിലും ഉപ്പമാർക്ക് സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടോ? കുട്ടികൾ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെയുള്ള ചെറിയ കുട്ടികൾ മാത്രമല്ല, നമ്മളൊക്കെ ഇവിടെയുള്ള ഈ ഓഡിയൻസൊക്കെ കുട്ടികളായി ജനിച്ചവരാണ്, കുട്ടികളായി വളർന്നവരാണ്. നമുക്കൊക്കെ പാരൻ്റ് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ നമ്മുടെ പാരൻറ്റിന്, മാതാപിതാക്കൾക്ക് വിലപിടിച്ച, അസൂയ തോന്നുന്ന സമ്മാനം നൽകിയ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? പുരുഷന്മാരോടൊക്കെ ചോദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ അതിന് നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കുട്ടികളെ നമുക്ക് പരിചയപ്പെടുത്തി. ആ കുട്ടികളെ കൊണ്ട് അവരുടെ രക്ഷിതാക്കൾ അഭിമാനപൂരിതരാകുന്നു. കോടാനക്കോടി മനുഷ്യരുടെ മുമ്പിൽ വെച്ച് തൻ്റെ കുട്ടിയെ കൊണ്ട് തനിക്ക് കിട്ടിയ ആ പ്രൗഢി, അതിൽ ആ രക്ഷിതാവ് അഹങ്കരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കുട്ടിയാകാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി എന്ത് വേണം? മക്കൾ അള്ളാഹുവിൻ്റെ വചനമായ വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ നന്നായി പഠിച്ച്, നന്നായി മനഃപ്പാഠമാക്കി, ആ മനഃപ്പാഠമാക്കിയ, പഠിച്ച അതിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിച്ച് ജീവിച്ചാൽ അന്ത്യനാളിൽ കോടാനക്കോടി മനുഷ്യരെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറാവൻ സഭയിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വെച്ച് അങ്ങനെയുള്ള കുട്ടിയുടെ രക്ഷിതാവിനെ സെലക്ട് ചെയ്ത് സുന്ദരമായ ഒരു കിരീടം ആ രക്ഷിതാവിൻ്റെ തലയിൽ ചാർത്തി കൊടുക്കുന്നു. അതിലും വലിയ ഫഖർ, അതിലും വലിയ അഭിമാനം തൻ്റെ മക്കളെ കൊണ്ട് ഒരു രക്ഷിതാവിനുണ്ടാകാൻ കഴിയില്ല. അങ്ങനെ നമുക്കാർക്കെങ്കിലും നമ്മുടെ രക്ഷിതാക്കൾക്ക് സമ്മാനം നൽകാൻ, ഉപഹാരങ്ങൾ നൽകാൻ, നമ്മളെക്കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ പടച്ചവൻ്റെ അടുക്കൽ ആദരിക്കപ്പെടാൻ ഇടയാകുന്നുവെങ്കിൽ എന്തൊരനുഭൂതിയായിരിക്കും നമുക്കുണ്ടാവുക. അതിനാൽ മുതിർന്നവരാണ് എങ്കിലും നമ്മൾ നമ്മുടെ മാതാക്കളുടെ മക്കളാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്നു മുതൽ ഖുർആൻ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾക്കും കിരീടം ലഭിക്കട്ടെ. മക്കളെയും നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാക്കുക.
എന്നതാണ് ഒന്നാമത്തെ എൻ്റെ പോയിൻ്റ്. രണ്ടാമത്തേത്, ഏറ്റവും ഈ ഭൂമുഖത്ത് ഏറ്റവും വിലപിടിച്ച വസ്തു, അതല്ലെങ്കിൽ ഒരു സാധനം, അതല്ലെങ്കിൽ ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പല വസ്തുക്കളുടെ പേരും പറയാനുണ്ടാകും. എന്നാൽ വില മതിക്കാൻ കഴിയാത്ത ഒന്നുണ്ട്. എന്താണത്? ആരാണത്? ഒരിക്കലും നമുക്ക് വിലമതിക്കാൻ കഴിയില്ല, അത്രയും അമൂല്യമാണ്. അതാണ് നമ്മുടെ ഉമ്മമാർ. ആ ഉമ്മമാർക്ക് വേണ്ടി, അവരുടെ നിർവൃതിക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി നിരന്തരം യത്നിക്കുവാൻ, നിരന്തരം ആ രീതിയിൽ വർത്തിക്കുവാൻ, പെരുമാറുവാൻ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. പ്രത്യേകിച്ച് ഈ ഹൈടെക് യുഗത്തിൽ ജീവിക്കുന്ന നമ്മുടെ മക്കൾ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് അകലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതുണ്ടാകരുത്. ആ മാതാപിതാക്കൾ എത്ര തന്നെ പ്രായാധിക്യത്താൽ വളരെയധികം ദുർബലരായി കഴിയുമ്പോഴും ആ ഉമ്മയുടെ വാക്കുകൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന, ആ ഉമ്മയുടെ വാക്കുകൾ ഏറ്റവും കൂടുതൽ മാനിക്കുന്ന, ഉമ്മ മോനെ എന്ന് വിളിച്ചാൽ രണ്ടാമതൊരു വിളിക്ക് ചാൻസ് കൊടുക്കാതെ ഉത്തരം കൊടുക്കുന്ന മക്കളായി മാറാൻ നമുക്ക് കഴിയണം. ഒരു കൊച്ചു കഥ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ പ്രഭാഷണം ഉപസംഹരിക്കാം. നമ്മുടെയൊക്കെ ഉമ്മമാർ നമുക്ക് വേണ്ടി എത്രമാത്രം സ്നേഹമാണ് നൽകുന്നത്. ആ സ്നേഹത്തിൻ്റെ ഒരംശമെങ്കിലും സ്നേഹം തിരിച്ചു നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ആലോചിക്കാൻ. തന്നെ പെറ്റ് പോറ്റി വളർത്തിയ ആ മകൻ കുറച്ച് സ്വയം കാലിൽ നിൽക്കുവാനുള്ള പ്രായമായപ്പോൾ അവന് സ്വാഭാവികമായ അവൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനോട് കമ്പമുണ്ടായി, താല്പര്യമുണ്ടായി. പക്ഷേ ആ പെൺകുട്ടി ആ ചെറുപ്പക്കാരനായ മകനോട് പറഞ്ഞുവത്രേ, എന്നെ നിനക്ക് സ്വന്തമാക്കാം, പക്ഷേ ഒരു ഡിമാൻഡുണ്ട്, അത് പാലിച്ചാൽ ഓക്കെ, ഞാൻ റെഡിയാണ്. ഇവൻ പറഞ്ഞു, എന്ത് തന്നെ നീ എന്നോട് ആവശ്യപ്പെട്ടായാലും ഞാൻ അതിന് തയ്യാറാണ്. ശരി, എന്നെ നിനക്ക് സ്വന്തമാക്കണോ? നീ നിൻ്റെ വീട്ടിലേക്ക് പോയി നിൻ്റെ ഉമ്മയെ കശാപ്പ് ചെയ്ത് ഉമ്മയുടെ ഹാർട്ടെടുത്ത് ഒരു തളികയിൽ വെച്ച് എനിക്ക് ഗിഫ്റ്റായി നൽകണം. എന്നാൽ നിനക്കെന്നോട് സ്നേഹമാണ്, നിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ റെഡിയാണ്. എന്നാൽ മറ്റുള്ളവരോടുള്ള ആ സ്നേഹം, അതിൽ ഭ്രാന്തി പിടിച്ച മകൻ ഈ കാമിനിക്ക് വേണ്ടി വീട്ടിലേക്കോടി നൊന്തുപറ്റ ഉമ്മയെ കശാപ്പ് ചെയ്ത് ആ ഉമ്മയുടെ കൽബെടുത്ത് തളികയിൽ വെച്ച് ഈ പെണ്ണിന് ഗിഫ്റ്റായി നൽകാൻ മുന്നോട്ട് വരുന്നതിൻ്റെ ഇടയിൽ കാല് തന്നി ആ മോൻ വീഴാൻ പോയി. അപ്പോൾ തളികയിലുള്ള കൽബ്, മനസ്സ്, ആ ഉമ്മ മോനോട് പറഞ്ഞു വെത്രേ, മോനെ വീഴുന്നത് സൂക്ഷിക്കണം, നീ അപകടപ്പെടുന്നത് കരുതണേ എന്ന് ഉമ്മ പറഞ്ഞു വെത്രേ. അപ്പോഴാണ് ആ മകൻ വല്ലാതെ വിഭ്രാന്തി പൂണ്ട് മനസ്സ് വേദനിച്ച് ആ ഉമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കാൻ അവനപ്പോഴാണ് കഴിഞ്ഞത്. ഇവിടെയുള്ള പല വീഡിയോകളിലും വരുന്ന ചില മഷായിഖ്മാരുടെ പ്രഭാഷണങ്ങളിൽ ഉദ്ധരിച്ച, ചിലപ്പോൾ യാഥാർത്ഥ്യമാകാം, അതല്ലെങ്കിൽ സാങ്കല്പികമാകാം, ഞാൻ സൂചിപ്പിച്ചത്, നമുക്ക് മുമ്പിൽ കാണുന്ന എന്തെങ്കിലും ഇഷ്ടങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി പലപ്പോഴും തന്നെ നൊന്തുപെറ്റ മാതാവിനെയും പോറ്റി വളർത്തിയ പിതാവിനെയും ഒരു അരികത്തേക്ക് മാറ്റി നിർത്തുന്ന ചെറുപ്പക്കാർ വളരെയധികം സൂക്ഷിക്കുക. ആ മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ ഒരിക്കലും നമുക്ക് സ്വർഗത്തിലെത്താൻ, പടച്ചവൻ്റെ പ്രീതി നേടാൻ ഒരിക്കലും സാധിക്കില്ല. അതിനാൽ നിത്യവും എല്ലാ ദിവസവും
നാം നമ്മുടെ മക്കളോട് കൊഞ്ചുന്നത് പോലെ, നമ്മുടെ മക്കളുടെ കിന്നാരം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് പോലെ, നമ്മുടെ മക്കൾ പാടുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, ഓതുമ്പോൾ അതൊക്കെ കാണാൻ, നിർവൃതിയടയാൻ കൗതുകത്തോടെ കണ്ടിരിക്കുന്ന നാം, നമ്മുടെ ഉമ്മ ഇതുപോലെ നമ്മളെയും കാണാൻ കൊതിക്കുന്നുണ്ട്. നമ്മുടെ ഉമ്മാക്ക് നമ്മളെ കൊണ്ട് സന്തോഷമുണ്ടാകണം. അതിന് നിത്യവും നമ്മുടെ ഉമ്മയെ സന്തോഷിപ്പിക്കുന്ന മക്കളായി മാറാൻ നിങ്ങൾക്ക് ഈ സംഗമം ഒരു പ്രചോദനമാവട്ടെ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വിദ്യാർത്ഥികളും അല്ലാത്തവരുമെല്ലാം ഈ രണ്ട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ മാറ്റം, ജീവിതത്തിലൊരു മാറ്റത്തിന് വഴിത്തിരിവാകണം എന്ന് മാത്രം ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം ഉപസംഹരിക്കുന്നു. അടുത്ത സെഷന് വേണ്ടി ഞാൻ വേദി ഒഴിഞ്ഞു കൊടുക്കുന്നു. ഈ സന്ദർഭത്തിൽ ഇത്തരമൊരു ചാൻസ് നൽകിയ സംഘാടകരെ ഞാൻ വളരെയധികം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ജസാഹുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.